ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റിംഗ് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും നല്ല 5 ഇലക്ട്രിക് വെഹിക്കിൾ സ്റ്റോക്സ് ആണ്. സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. പല സെഗ്മെൻറ്റുകളിലായിട്ട് ഇത് വ്യാപിച്ച് കിടക്കുന്നുമുണ്ട്. ബാറ്ററി മാനുഫാക്ചറിങ് കമ്പനി, വിയുമായിട്ട് ബന്ധപ്പെട്ട പാർട്സുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി, അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികൾ, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയുണ്ട്, ഇലക്ട്രിക് ബസ്സുകൾ ഉണ്ടാക്കുന്ന കമ്പനി. അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കമ്പനിയാണ്. ആ കമ്പനിയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറ്റുള്ള 4 കമ്പനികൾ നിങ്ങൾ കേട്ടിട്ടുള്ള കമ്പനികളാണ്. ഇനി വരുന്ന 10 വർഷത്തേക്ക് വലിയൊരു വളർച്ചാ സാധ്യതയുള്ള സെഗ്മെൻറ്റാണ് സെഗ്മെൻറ്റ്. ഭാവിയിൽ വളരും എന്നുറപ്പുള്ള ആ സെഗ്മെൻറ്റിൽ നിക്ഷേപം നടത്തേണ്ടത് അത്യാവശ്യമാണ്. വിയുടെ ഒരു കടന്നുകയറ്റത്തോടു കൂടിയാണ് നമ്മുടെ ഓട്ടോമൊബൈൽ സെക്ടറൊക്കെ ഒന്ന് ജീവൻ വെച്ചത്. പല സ്റ്റോക്കുകളും അതിൻ്റെ എവർ ഹൈ പ്രൈസിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എവർ ഹൈ എല്ലാം ബ്രേക്ക് ചെയ്ത് ആ സ്റ്റോക്കുകൾ ഇനിയും മുന്നോട്ട് കുതിക്കാനുള്ള പൊട്ടൻഷ്യൽ ഒരുപാടുണ്ട്. അടുത്ത ഒരു 10 വർഷത്തേക്ക് ഒരു മാസീവ് റിട്ടേൺ തരാൻ സെഗ്മെൻറ്റിന് കഴിയും. ഒരുപാട് സ്റ്റോക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പ്രധാനപ്പെട്ട 5 സ്റ്റോക്കുകളെ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. മറ്റൊരു വീഡിയോയിൽ മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ, അധികമാരും നോട്ട് ചെയ്തിട്ടില്ലാത്ത സ്റ്റോക്കുകൾ കൂടി ഉൾപ്പെടുത്താം. പെട്രോളും ഡീസലും ബേസ്ഡ് ആയിട്ടുള്ള എൻജിൻസ് സാവധാനം നമ്മുടെ നിരത്തുകളിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഇനി വരുന്ന കാറുകളും ബസ്സുകളും 2 വീലേഴ്സും 3 വീലേഴ്സുമെല്ലാം ഇലക്ട്രോണിക് വെഹിക്കിളായിട്ട് മാറും. ഇത് ഒരു രാജ്യം മാത്രം എടുത്ത ഒരു തീരുമാനമല്ല, മറിച്ച് ലോകം മുഴുവന് എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഈ ഒരു പ്രക്രിയയിലേക്ക് മാറാനായിട്ട് എല്ലാ ഗവൺമെൻറ്റുകളും വളരെയധികം സപ്പോർട്ടീവാണ്. അതുപോലെ തന്നെ പബ്ലിക് വെഹിക്കിൾസും ഇലക്ട്രിക്കൽ ആയിട്ട് മാറും, എസ്പെഷ്യലി പാസഞ്ചർ ബസ്സസ്. ഇന്ത്യയിലും ഇതിന് നല്ലൊരു പൊട്ടൻഷ്യലുണ്ട്. പെട്രോളും ഡീസലും ഒരുപാട് കത്തിക്കുന്നതിലൂടെ നമ്മുടെ ഓസോൺ പാളികൾക്ക് തകരാറുണ്ടാകുന്നത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ചൂട് കൂടുന്നു, ആഗോള താപനം, ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്തിരിക്കുകയാണ്. മഞ്ഞ് ഉരുകുന്നതുകൊണ്ട് കടലിലെ ജലനിരപ്പ് ഉയരുന്നു, അതുവഴി കരഭാഗത്തെ വിസ്തൃതി കുറയുന്നു. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. പൊല്യൂഷനും മറ്റൊരു കാരണമാണ്. ഇതൊക്കെ ഇലക്ട്രിക് യുഗത്തിലേക്ക് മാറാനായിട്ട് സഹായിക്കുന്നുണ്ടാവും. ഇതേ കൺസെപ്റ്റിൽ വരുന്നതാണ് ഗ്രീൻ എനർജി. ഈ വെഹിക്കിൾസ് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കൽക്കരി കത്തിച്ചിട്ടോ അല്ലെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിച്ചിട്ടോ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണോ ഈ ഇലക്ട്രിക് വെഹിക്കിളുകൾ ചാർജ് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ആവശ്യമില്ല, നേരിട്ട് പെട്രോൾ ഡീസൽ കത്തിച്ചാൽ മതിയാവും. പക്ഷേ ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാനായിട്ട് ഗ്രീൻ എനർജിയിലേക്ക്, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള എനർജി, വിൻഡിൽ നിന്നുള്ള എനർജി, തിരമാലകളിൽ നിന്നുള്ള എനർജി, അങ്ങനെ ഗ്രീൻ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴി ഒരുപാട് പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. സെക്ടറിൽ വിവിധ സെഗ്മെൻറ്റുകളുണ്ട്. ഒന്നാമത്തെ സെഗ്മെൻറ്റ് നമുക്കറിയാം, ഓട്ടോ മാനുഫാക്ചേഴ്സാണ്, അതായത് വെഹിക്കിൾസ് ഉണ്ടാക്കുന്ന കമ്പനികൾ. രണ്ടാമത്തെ സെക്ടർ ബാറ്ററി മാനുഫാക്ചേഴ്സാണ്. മൂന്നാമത്തേത് ഓട്ടോ പാർട്സ് ആൻഡ് സോഫ്റ്റ്വെയർ. ഇലക്ട്രോണിക് വെഹിക്കിൾസിന് സോഫ്റ്റ്വെയറിൻ്റെ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികൾ, അതുപോലെ ഓട്ടോ പാർട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെല്ലാം ഈ സെഗ്മെൻറ്റിൽ വരും. നാലാമത്തെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു പോയിൻ്റാണ് ചാർജിങ് സ്റ്റേഷൻ നെറ്റ്വർക്ക്. അപ്പം അങ്ങനെയുള്ള കമ്പനികൾ ഒരുപാട് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓട്ടോ മാനുഫാക്ചേഴ്സിനെ പറ്റിയാണ്. മറ്റുള്ള സെഗ്മെൻറ്റുകൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് വെഹിക്കിൾസ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ. സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് നമ്മൾ ഒരു ടെലിഗ്രാം ചാനലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പലർക്കും അത് അറിയില്ല. നമ്മൾ ഷെയർ മാർക്കറ്റ് മലയാളം എന്ന ആപ്പിലൂടെയാണ് സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ് ആക്കാനായിട്ട് ടെലിഗ്രാം ചാനലിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിങ്ക് ട്രേഡിങ്ങിന് വേണ്ട സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ആവശ്യമുള്ളവർ ചാനലിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു പെയ്ഡ് ചാനലാണ്. ഒരു മാസം 600 രൂപയാണ് ഫീസ് വരുന്നത്. നേരത്തെ എടുത്തവർക്ക് റിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. ഷെയർ മാർക്കറ്റിൽ മലയാളം എന്ന ആപ്പിൽ നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം അതിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ 1-2 മിനിറ്റ് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ കിട്ടാൻ, ചില സ്റ്റോക്കുകളൊക്കെ അപ്പോൾ തന്നെ കയറി പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ സ്പോട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലിഗ്രാം ചാനലാക്കിയതാണ്. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടാൽ നിങ്ങൾക്ക് മെസ്സേജ് വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്.
ഒരു മാസം എടുത്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രം അടുത്ത മാസവും എടുത്താൽ മതിയാകും. അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞുവെങ്കിലൊന്നും പിന്നീട് റിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് റിന്യൂ ചെയ്യുന്നുണ്ട്, താല്പര്യമുണ്ട്, വീണ്ടും എടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ നമ്പർ അറിയാവുന്നവർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞത്. ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റും അവിടെ കൊടുത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെക്നിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ലിങ്കിന് താഴെ ഞാൻ നമ്പർ കൂടി വെച്ചേക്കാം. ഒന്നാമത്തെ കമ്പനി മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ലിമിറ്റഡ് ആണ്. 1,56,742 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയാണ് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര. 1260 ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല ചാർട്ടാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതുപോലുള്ള കമ്പനികൾ ഒരു ലോങ് ടൈം വ്യൂവിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മേടിച്ച് വെക്കാം. ടെക്നിക്കലി ബുള്ളിഷ് ആകുന്ന സമയങ്ങളിൽ കുറച്ച് കൂടുതൽ മേടിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അല്ലാത്തപ്പോഴും ഒരു ചെറിയ ക്വാണ്ടിറ്റി മേടിച്ച് വെക്കുന്നത് നന്നായിരിക്കും. രണ്ടാമത്തെ കമ്പനി ടാറ്റ മോട്ടോഴ്സാണ്. M&Mനെ പോലെ തന്നെ 1,55,084 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയാണ്. ടാറ്റ മോട്ടോഴ്സും ഒരു സ്ട്രോങ് ആയിട്ട് ഒരു അപ്സൈഡിലേക്ക് ഇന്ന് മൂവ് ചെയ്യുകയുണ്ടായി. ഡെയിലി ചാർട്ടാണ് ഈ കാണുന്ന. ഇതാണ് ഇന്ന് വന്നിരിക്കുന്ന ക്യാൻഡിൽ. ഇവിടുന്ന് ഒരു ബൈ പോസിബിളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ എവർഹൈ എല്ലാം ബ്രേക്ക് ചെയ്ത് പോകുന്ന കാലം വിദൂരമല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ലോങ് ടൈമിന് വേണ്ടിയിട്ട് മേടിച്ച് വെക്കാം. കൂടുതൽ ക്വാണ്ടിറ്റി മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കും. EV സെഗ്മെൻറ്റിൽ വളരെ ശക്തനായ കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. അടുത്ത കമ്പനി അധികം ആരും കേട്ടിട്ടില്ലാത്ത കമ്പനിയാണ്. ഒലട്ര ഗ്രീൻ ടെക് എന്നാണ് കമ്പനിയുടെ പേര്. മറ്റ് കമ്പനികളെ പോലെ ഇത് അത്ര വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയൊന്നുമല്ല. 1992 കമ്പനി രൂപം കൊണ്ടത്. ഹൈദരാബാദാണ് കമ്പനിയുടെ ഹെഡ് ഓഫീസ്. ഇലക്ട്രിക് ബസ്സുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഒലട്ര ഗ്രീൻ ടെക്. ഇപ്പോഴത്തെ വില 509 രൂപയാണ്. ബുക്ക് വാല്യൂ 97.3 ഈ കമ്പനിയെ കുറിച്ച് ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് നാളായിട്ട് വളരെ നന്നായിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഒലട്ര ഗ്രീൻ ടെക്. അതുപോലെ തന്നെ അതൊരു സപ്പോർട്ട് സൈഡിൽ എത്തിയും കഴിഞ്ഞു. നമുക്ക് ഈ കമ്പനിയുടെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കാം. ഇവരുടെ മെയിൻ ബിസിനസ് ഇലക്ട്രിക് ബസ്സുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ബിസിനസ്സാണ്. ഇലക്ട്രിക് ബസ്സുകൾ ഉണ്ടാക്കുന്നതിൽ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി എന്ന് നമുക്ക് ഒലട്രയെ വിശേഷിപ്പിക്കാം. കമ്പനിയുടെ ചാർട്ട് നമുക്ക് കാണാം. ഒരു കാലത്ത് വളരെയധികം ഫാസ്റ്റായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ഒലട്ര. ഇപ്പോൾ ഡെയിലി ചാർട്ടാണ് നമ്മൾ കാണുന്നത്. കമ്പനി 200 രൂപയിലും അതുപോലെ തന്നെ 100 രൂപയിലും അതിൻ്റെ താഴെയൊക്കെ ട്രേഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കമ്പനിക്കുണ്ടായി. അങ്ങനെ ഏകദേശം അതൊരു 920 റേഞ്ച് വരെ അത് മുകളിലേക്ക് പോവുകയുണ്ടായി. അവിടുന്ന് കമ്പനിയിൽ കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി കാണുന്ന എല്ലാം കമ്പനിയിലുണ്ടായിരിക്കുന്ന കറക്ഷൻസാണ്. ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത് 509 കഴിഞ്ഞ ദിവസം 10% അപ്പർ സർക്യൂട്ട് UC അടിച്ചിരുന്നു. ഞാൻ ഈ കമ്പനിയിൽ ഒരു ബൈയിങ് പൊട്ടൻഷ്യൽ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ ഇന്നൊരു ചെറിയ റെഡ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡിൽ, ആ ഗ്രീൻ ക്യാൻഡിൽ അപ്പർ സർക്യൂട്ടായിരുന്നു. അപ്പോൾ ഇതൊരു ബൈയിങ് പൊട്ടൻഷ്യലിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു സിഗ്നൽ നമുക്ക് കിട്ടി. അടുത്ത ദിവസത്തെ ക്യാൻഡിൽ, അതായത് ഇന്നത്തെ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ് എന്ന് കരുതിയിട്ട് ഈ കമ്പനി ഒഴിവാക്കേണ്ടതില്ല. കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കയറി പോകുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് ചാർട്ടുകൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ഇവിടെയൊക്കെയുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത്, അത് ഇങ്ങനെ ചാർട്ട് ഫോം ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കമ്പനി മുകളിലേക്ക് പോകണം. അതിനായിട്ട് കുറച്ച് ദിവസം പിടിച്ചേക്കാം. എന്തായാലും ഇപ്പോൾ വാങ്ങുന്നവർ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം വാങ്ങുക. ഈ റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഓരോ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് അത് സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സിങ്ങിനും പരിഗണിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് സിങ്ങിന് പരിഗണിക്കാൻ പറ്റില്ല. പക്ഷേ ലോങ് ടൈം വ്യൂവിൽ നമുക്ക് ഈ കമ്പനി വാങ്ങാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ സജസ്റ്റ് ചെയ്ത 2 കമ്പനികളാണ് അമർരാജ ബാറ്ററിയും അതുപോലെ തന്നെ എക്സൈഡ് ഇൻഡസ്ട്രീസും. എക്സൈഡ് എനിക്ക് തോന്നുന്നു ഞാനൊരു 160 ലെവലിലാണ് അത് ബൈ റെക്കമെൻഡ് ചെയ്ത്. ഇന്ന് 184 ട്രേഡ് ചെയ്യുന്ന കണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കമ്പനികളും എക്സൈഡും അതുപോലെ അമർരാജ ബാറ്ററിയും ഒക്കെ ബാറ്ററി മാനുഫാക്ചറിങ് കമ്പനികളിൽ പുലികളാണ്. ഒലട്ര ഗ്രീൻ ടെക് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇപ്പോൾ വാങ്ങേണ്ടതില്ല. ലോങ് ടൈം വ്യൂവിലാണ് നമ്മൾ വാങ്ങേണ്ടത്. ഇവരുടെ 82% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ബസ് മാനുഫാക്ചറിങ്ങിലാണ്. അതുപോലെ തന്നെ ചാർജിങ് സ്റ്റേഷൻസ്
ഈ സെഗ്മെൻറ്റിൽ പെട്ട മറ്റൊരു സെക്ടറാണ് ചാർജിങ് സ്റ്റേഷൻസ്. 24 ചാർജിങ് സ്റ്റേഷൻസ് അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്. കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 2025 വരെ ബാറ്ററി ലഭിക്കാനുള്ള എഗ്രിമെൻ്റ് ഇവർ സൈൻ ചെയ്തിട്ടുണ്ട്. വിവിധ കാറ്റഗറിയിലുള്ള ഇലക്ട്രോണിക് ബസ്സസ് ഇവർ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഓർഡർ ബുക്ക് വളരെ നല്ലതാണ്. 3328 ഈ ബസ്സസ് 2022 ജൂൺ വരെയുള്ള ഇവരുടെ ഓർഡർ ബുക്കിലുണ്ട്. ഇത്രയും ബസ്സുകൾ ഇവർ സപ്ലൈ ചെയ്യണം. അതിൽ 1125 ഫെയിം 2 സ്കീമിൽ ഇവർക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ഫെയിം 2വിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് പറയാനായിട്ട് സമയമില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിൽ ഫേസ് 2 എന്ന ഒരു സെക്ഷൻ തന്നെയുണ്ട്. നാഷണൽ മിഷൻ ഓൺ ഇലക്ട്രിക് മൊബിലിറ്റി എന്ന മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫെയിം 2 വരുന്നത്. രാജ്യം വളരെ വേഗത്തിൽ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗവൺമെൻറ് സപ്പോർട്ടാണ് നമുക്ക് ഇവിടെ കാണുന്നത്. എന്തായാലും ഈ മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇലക്ട്രിക്ക് ഓർഡറുകൾ ലഭിച്ചിരിക്കുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. 150 ബസ്സുകൾ ഒരു മാസത്തിൽ സപ്ലൈ ചെയ്യാനുള്ള കഴിവ് ഈ കമ്പനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒലട്ര ഭാവിയിൽ ഒരു ടാറ്റ മോട്ടോഴ്സോ ഒരു M&Mോ ഒക്കെ ആയിക്കൂടുന്നില്ല. കമ്പനി ചെറുതാണെങ്കിലും ഭാവിയിൽ വളരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബുക്ക് വാല്യൂവിനെ കഴിഞ്ഞും 5 ഇരട്ടിക്ക് മുകളിലാണ് ഇപ്പോഴും അത് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും ഡിസ്കൗണ്ട് പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 40% മുകളിൽ ഡിസ്കൗണ്ട് പ്രൈസിലാണ് കമ്പനി ട്രേഡ് ചെയ്യുന്നത്. ടെക്നിക്കലി നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം വലിയ ക്വാണ്ടിറ്റികൾ വാങ്ങാം. ഇപ്പോൾ വലിയ ക്വാണ്ടിറ്റികൾ വാങ്ങാനുള്ള അവസരമല്ല എങ്കിലും ലോങ് ടൈമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇപ്പോൾ കണക്കാക്കാം. ഈ കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത, ഇത് ഇലക്ട്രിസിറ്റി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് പറയുക. K9 വേരിയൻറ്റിലുള്ള ഈ ബ്രേക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ച് 30% എനർജി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ടെക്നോളജി ഇവർക്ക് അവകാശപ്പെട്ടാണ്. അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ആകുന്ന സിസ്റ്റമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുപോലെ എയർപോർട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ടർമാക് ഇലക്ട്രിക് ബസ്സസ് നിർമ്മിക്കുന്നത് ഇവർ മാത്രമാണ്. അടുത്ത കമ്പനി അശോക് ലൈലാൻഡ് ആണ്. 43,660 കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇപ്പോഴത്തെ പ്രൈസ് 149 രൂപയാണ്. മിക്കവർക്കും അറിയാവുന്ന ഒരു കമ്പനിയാണ്. ഞാൻ അതുകൊണ്ട് അധികം ഈ കമ്പനിയെക്കുറിച്ച് പറയുന്നില്ല. ഒലക്ട്ര ഗ്രീൻ ടെക് ആണ് അധികം ആർക്കും അറിയില്ലാതിരുന്ന കമ്പനി. ഡിപ്പോൺ ബൈ എന്നൊക്കെ പറയില്ലേ, പ്രൈസ് താഴുമ്പോൾ വാങ്ങാവുന്ന സിറ്റുവേഷൻസ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഈ സെഗ്മെൻറ്റിൽ പെട്ട സ്റ്റോക്കുകൾ വാങ്ങുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉള്ള സെഗ്മെൻ്റ് ആണല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ബസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളിൽ 4ാം സ്ഥാനമാണ് അശോക് ലൈലാൻഡിനുള്ളത്. അശോക് ലൈലാൻഡിൻ്റെയൊക്കെ ഒരുപാട് ബസ്സുകൾ ഇന്ത്യയിലുണ്ടല്ലോ. EV ബസ്സുകൾ ഇവർ മാനുഫാക്ചർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ട്രക്കുകളിലാണ്. അതുപോലെ തന്നെ EV ട്രക്കുകൾ എക്സ്പോർട്ട് ചെയ്ത് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള പരിപാടിയും അശോക് ലൈലാൻഡിനുണ്ട്. ഇനി നമുക്ക് അടുത്ത കമ്പനി ഏതാണെന്ന് നോക്കാം. ഹീറോ മോട്ടോർ കോർപ്പാണ് അടുത്ത കമ്പനി. വിദ എന്ന ബ്രാൻഡ് നെയിമിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇവർ നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട്. 54,126 കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇപ്പോഴത്തെ പ്രൈസ് 2,708 രൂപയാണ്. നന്നായിട്ട് ഡിവിഡൻഡ് തരുന്ന കമ്പനിയാണ്. ഡിവിഡൻഡ് ഈൽഡ് 3.51% ഉണ്ട്. ഈ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് ഞാൻ പറയാം. മറ്റ് കമ്പനികളും ഒക്കെ ആയിട്ട് മറ്റൊരു അനാലിസിസ് നമുക്ക് വീഡിയോ ആയിട്ട് നടത്താം. ഇതിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒലക്ട്ര ഗ്രീൻ ടെക് എന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ ബാറ്ററി ഉണ്ടാക്കുന്ന കമ്പനികൾ 2 കമ്പനികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അമർരാജ ബാറ്ററിയും അതുപോലെ തന്നെ എക്സൈഡ് ഇൻഡസ്ട്രീസും. അതിൽ എക്സൈഡാണ് നമ്മൾ നേരത്തെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക്. എക്സൈഡാണ് അതിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ ടാറ്റ കെമിക്കൽസ് എന്ന കമ്പനിയും ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. EVക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററി, അത് പ്രത്യേകതരം ബാറ്ററിയാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ചാർജിങ് സ്റ്റേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ടാറ്റ പവറാണ്. അതുപോലെ തന്നെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഈ ടാറ്റ പവറും പവർ ഗ്രിഡും മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് EV വെഹിക്കിൾസിൻ്റെ ചാർജിങ് സ്റ്റേഷൻസ് ആണ്. വരുന്ന വർഷങ്ങളിൽ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് രാജ്യത്തുണ്ടാവും. ഈ കമ്പനികൾക്ക് അത് വളരെ ബെനിഫിറ്റാണ്. EVയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് കമ്പനികൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട 5 കമ്പനികളും അതിൻ്റെ കൂടെ 2-3 കമ്പനികൾ കൂടിയാണ്
നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.